Hello dears, welcome back to EduZone. Next, observe the diagrammatic representation of human digestive system. Write in your science diary the names and function of the labeled parts. ഇത് ഒബ്സർവ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം 90ാമത്തെ പേജിലെ ടെക്സ്റ്റ് ബുക്കിലാണ്. ബേസിക് സയൻസിൽ 90ാമത്തെ പേജ് നോക്കുക. എന്താണ് ഒരു ഡയഗ്രം കാണാം അല്ലെ, മനുഷ്യ ശരീരത്തിലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെയാണ് കാണുന്നത്. അതിൽ ABCDEF ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. മൗത്തിനകത്തായിട്ടില്ലേ ഏകദേശം എന്താണ് ഒരു ഡാർക്ക് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് സലൈവറി ഗ്ലാൻഡ്. ഇഞ്ചക്ഷനിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. സലൈവറി ഗ്ലാൻഡ് അല്ലേ, നമ്മൾ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മൗത്തിൽ നിന്നാണ്. മൗത്തിൽക്കകത്ത് ഫുഡ് കയറ്റുന്നതോടുകൂടി ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ പല്ല് വെച്ചിട്ട് ഇത് ചവച്ചരച്ച് സലൈവറിയുമായിട്ട് മിക്സ് ചെയ്യും, ഉമിനീരുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഉമിനീര് എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സലൈവറി ഗ്ലാൻഡ്. അത് ചോദിക്കാം. സലൈവറി ഗ്ലാൻഡിൽ നിന്നാണ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. വളരെ പ്രധാനപ്പെട്ടതാണ്. സലൈവറി ഗ്ലാൻഡാണ് ദെൻ ബി ഒരു ലോങ് ട്യൂബാണ് അല്ലേ. ദാറ്റ് കണക്റ്റ് മൗത്ത് ടു ദ സ്റ്റൊമക്ക്. എ ലോങ് ട്യൂബ് ദാറ്റ് കണക്റ്റ് ടു ദ സ്റ്റൊമക്ക്. കഴിച്ച ഭക്ഷണം പേസ്റ്റ് രൂപത്തിലാക്കി ഏതിലൂടെ പോകുന്നു? ആ ലോങ് ട്യൂബിലൂടെ പോയിട്ട് അതെവിടെ എത്തിച്ചേരുന്നു? വയറിനകത്ത് എത്തിച്ചേരുന്നു. ആ ലോങ് ട്യൂബിന് പറയുന്ന പേരെന്താണ്? ഈസോഫാഗസ്. ഓക്കെ, ഈസോഫാഗസ് അന്നനാളെന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഓക്കെ, ഇഞ്ചക്ഷൻ കഴിഞ്ഞു. സ്റ്റൊമക്കിൽ എത്തുന്നതോടുകൂടി സെക്കൻഡ് സ്റ്റേജിലേക്ക്. ഇപ്പോൾ സ്റ്റൊമക്കാണ്. വളരെ സിമ്പിളാണ് സ്റ്റൊമക്ക് കണ്ടുപിടിക്കാൻ. ദെൻ സ്റ്റൊമക്കിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഏതുണ്ട്? ഡി ആണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത് അല്ലേ. ഡി ഏതാണ്? സ്മാൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ഡി ആണ്. ഉള്ളിലുള്ളതാണ് എന്ത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടൽ. ഈ വൻകുടലാണ്. അതായത് പുറത്ത് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന അതാണ് എന്ത്? ഈ വൻകുടൽ. അകത്തുള്ളത് ചെറുകുടൽ. അപ്പോൾ വയറിനകത്ത് ഒന്നും കൂടി പേസ്റ്റായിട്ട് ഉള്ള ഫുഡ് എന്ത് ചെയ്യുന്നു? സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരുന്നു അല്ലേ. ചെറുകുടലിൽ എത്തുന്നതോടുകൂടി ഡൈജഷൻ്റെ സെക്കൻഡ് സ്റ്റേജ്, ഡൈജഷൻ കംപ്ലീറ്റഡ്. ഫസ്റ്റ് സ്റ്റേജ് സ്റ്റൊമക്കിൽ നിന്ന് കഴിയും, ചെറുകുടലിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജ് കഴിയും. പിന്നെ വരുന്ന തേർഡ് സ്റ്റേജ് ഏതാണ്? അബ്സോർപ്ഷൻ. ഇവിടെ വെച്ച് അബ്സോർപ്ഷൻ എങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ വാട്ട് ഈസ് അബ്സോർപ്ഷൻ? അതായത് നമുക്ക് ശരീരത്തിന് ആവശ്യമായ ദഹിച്ച ഭക്ഷണം എവിടേക്ക് പോകണം? ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റ് ഫുഡ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ് ത്രൂ ദ വില്ലി എന്താണ്? വില്ലി ആർ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പ്രസൻറ്റ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ചെറുകുടലിൽ കാണുന്ന ചെറുകുടലിൻ്റെ വാളിനകത്ത് കാണുന്ന വിരൽ പോലെ കാണുന്ന ഒരു ഇതാണ് കാര്യമാണ് എന്ത്? വില്ലി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് കലർത്തുന്നു. അതാണ് എന്ത്? അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് തേർഡ് സ്റ്റേജ്. ചെറുകുടലിൽ നിന്നും അവസാനിപ്പിക്കും. പിന്നെ അസിമിലേഷനാണ്. ദ ന്യൂട്രിയൻസ് ദാറ്റ് റീച്ച്ഡ് ബ്ലഡ് ബിക്കം പാർട്ട് ഓഫ് ബോഡി. അതാണ് എന്ത്? അസിമിലേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇജക്ഷനാണ് അത്. ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? സലൈവറി ഗ്ലാൻഡ്, ബി ഈസോഫാഗസ്, സി സ്റ്റൊമക്ക്, ഡി സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇ ലാർജ് ഇൻറ്റസ്റ്റൈൻ, എഫ് റെക്റ്റം. അതായത് ഇജക്ഷൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത്. അതായത് വേസ്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ഒക്കെ എടുത്തതിന് ശേഷം വേസ്റ്റൊക്കെ പുറന്തള്ളപ്പെടും. വൻകുടലിൽ ശേഖരിച്ച് അതെവിടേക്ക് ശേഖരിച്ച് വെക്കും? റെക്റ്റം, മലാശയം എന്ന് പറയും. അതായത് വേസ്റ്റ് സ്വരൂപിക്കുന്ന സ്ഥലമാണെന്ന് മലാശയം. പിന്നെ ഈ പച്ചക്കളറിൽ അത് നമ്മൾ മലദ്വാരമാണ് അതിൻ്റെ ഏറ്റവും അറ്റം വരുന്നത്. അതിലൂടെ നമ്മൾ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത്. വേസ്റ്റ് റിമൂവലിനാണ് എന്തെന്ന് പറയുന്നത്? ഇജക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. എ സലൈവറി ഗ്ലാൻഡ്, ബി ഈസോഫാഗസ്, സി സ്റ്റൊമക്ക്, ഡി സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇ ലാർജ് ഇൻറ്റസ്റ്റൈൻ, എഫ് റെക്റ്റം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യുക.